ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കെ. മുരളീധരൻ അടക്കമുള്ള മന്ത്രിസഭാംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തെങ്കിലും കോൺഗ്രസ് ക്യാമ്പിലടക്കം മുഖ്യമന്ത്രി ഈ നടപടിയിൽ വിയോജിപ്പുള്ളവരുണ്ട്. പരോക്ഷ വിമർശനവുമായി കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാമും തന്റെ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത നീക്കത്തിൽ തന്നെയാണ് തയ്യാറെടുക്കുന്നത്. മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ മുതൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ചോ ഇല്ലയോ എന്ന വിഷയത്തിനുമപ്പുറം മുന്നെടുത്ത നിലപാടിന് വിരുദ്ധമല്ലേ ഈ വിഷയം എന്ന വിഷയം കൂടിയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ന്യായീകരണം തീർക്കുന്നവരുണ്ട്. എന്തായാലും കടുത്ത നീക്കമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ നടക്കുന്നത്. മുൻ മന്ത്രി പി രാജീവ് അടക്കം ഈ വിഷയത്തിൽ കടുത്ത വിമർശനം കൂടിയായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ മന്ത്രിസഭാംഗമായ കെ. മുരളീധരൻ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രി വിവാദ ഹെലികോപ്റ്റർ യാത്രയെ ന്യായീകരിച്ചാണ് മുരളീധരൻ്റെ വാക്കുകൾ. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമെന്നും ഇതൊന്നും വിവാദമാക്കേണ്ടതില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഹെലികോപ്റ്ററിലൊക്കെ കയറുന്ന എന്താ കുഴപ്പം? മുമ്പ് മുഖ്യമന്ത്രിമാർ കയറിയിട്ടല്ല. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത് കേൾക്കാരനാവില്ല. പിന്നെന്താ കുഴപ്പം? അല്ല, പിന്നെ ഹെലികോപ്റ്റർ പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്റർ കയറിയാൽ ഞങ്ങൾ ആരും പരാതി പറഞ്ഞിട്ടില്ല. അത് നാടിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് എന്ത് എന്ന് ഇന്ന് ഓരോന്നും ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കുന്നത് ആരാണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. ഇത് ആവശ്യഘട്ടത്തിലൊക്കെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അതിനാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനെ അധിക്ഷേപിച്ചു. വ്യക്തിപരമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ വല്ലാതെ അധിക്ഷേപിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പർവ്വതീകരിച്ച് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ശാന്തമായി ഇത് എന്തിനു വേണ്ടിയൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ലയോ അതേ കാര്യം അതിനെല്ലാം വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. പി രാജീവാണ് ഈ വിഷയം ഉന്നയിക്കുന്നത് തന്നെ. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ യാത്രാ ദൂരവും അതിൻ്റെ വ്യക്തമായ ചിത്രവും കൂടി പുറത്തു വരുന്നുണ്ട്. ചിപ്സാൻ എയർവേസിൻ്റെ ചാലക്കുടിയിൽ ഉണ്ടായിരുന്ന ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്ക് പറക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിച്ചു. അവിടെ നിന്ന് അദ്ദേഹം പറക്കുന്ന വഴി കാലാവസ്ഥ മോശമാകുന്നു. തിരുവല്ലയിൽ വരെ എത്തിയ ഹെലികോപ്റ്റർ പിന്നീട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പറക്കുന്നു. അവിടുന്ന് കാലാവസ്ഥ മെച്ചപ്പെടുമ്പോൾ അദ്ദേഹം വീണ്ടും പറന്ന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്നു. ഇതാണ് സംഭവിച്ച അദ്ദേഹത്തിൻ്റെ യാത്രാ വഴി. ഇത് സ്വകാര്യ ആവശ്യത്തിനായിരുന്നു എന്നതാണ് ആക്ഷേപം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്? ഇത്ര വിവാദമാണ് ഈ വിഷയം. മന്ത്രിസഭയിൽ ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയും പാർട്ടിയിൽ തന്നെ എതിർപ്പുണ്ട്. വി.ടി. ബൽറാം പരോക്ഷമായ അദ്ദേഹത്തിൻ്റെ എതിർപ്പുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ ആക്ഷേപത്തിൽ വസ്തുതയുണ്ടെങ്കിൽ പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത്? പ്രതികരണം ആരാഞ്ഞിരുന്നോ നമ്മൾ? സജിത, ഈ വിഷയം ഉയർന്ന് വന്നപ്പോൾ അപ്പോൾ ഈ പ്രളയ സമാനമായൊരു സാഹചര്യത്തിലേക്ക് കേരളം കടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു ഈ ഹെലികോപ്റ്റർ യാത്രയും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഹെലികോപ്റ്ററിൽ എന്ന് പറത്താൻ ശ്രമിച്ച അന്നതെല്ലാം തന്നെ വിവാദത്തിലേക്ക് പലപ്പോഴും മുൻ സർക്കാരുകളുടെ കാലത്തും എല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. കാരണം അത് പല രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോഴുള്ള ഇത് ദൂരത്താണെന്നും സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള അന്നത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഇത് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വി.ഡി. സതീശൻ തന്നെ അത് ഒരു ചുവട് മുന്നിൽ നിന്ന് ഇത്തരം ആക്ഷേപങ്ങൾ ഉയർത്തിയ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ യാത്ര വിവാദത്തിന് അത് ചൂടുപിടിക്കുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് വരാനായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് അത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലൊരു വ്യാഖ്യാനങ്ങൾ വന്നതും വിമർശനങ്ങൾ ഉയർന്നതും. പക്ഷേ ആരും തന്നെ ഇതിനൊരു രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭരണപക്ഷത്തു നിന്ന് മറ്റാരും തന്നെയും ഒരു വലിയ പിന്തുണയുമായി മുഖ്യമന്ത്രിക്കൊപ്പം ഇല്ല എന്നതൊരു വസ്തുതയായിട്ട് തന്നെ അവശേഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ. മുരളീധരൻ്റെ പ്രതികരണം മാത്രമാണ് അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായിരുന്നത്. ഇതിൽ ഈ വിവാദം ഉയർന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പരസ്യ പ്രതികരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിലൊരു പ്രതികരണമായി വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇന്നലെ പ്രത്യേകിച്ച് ഈ പ്രളയ സമാനമായ സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ എന്തെല്ലാമാണ്, ഏത് രീതിയിൽ ഇടപെടുന്നു എന്നതെല്ലാം തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് അറിയേണ്ടതാണ്.
അപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ അത്തരം പ്രതികരണങ്ങൾ ചോദിക്കുന്നതും സ്വാഭാവികമാണ്. ഇന്നലെ കൊച്ചിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്, ഒരു കോളേജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തുന്നു. അതിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് തന്നെ നേരിട്ട് തന്നെ ഈ പ്രളയ സമാന സാഹചര്യങ്ങൾ, അതിൽ സർക്കാർ ഏത് നടപടികൾ സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രതികരണം തേടുന്നത് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചിട്ടും അദ്ദേഹം അതിലൊരു പ്രതികരണത്തിലേക്ക് നിന്നില്ല എന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു അറിയിപ്പ്, അതായത് ഒരു വാർത്താക്കുറിപ്പ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്, അതിപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും ഓഫീസുകളിൽ, അതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ, മറ്റൊരു പ്രതികരണവും എൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങുകയായിരുന്നു. എന്തായാലും പിന്നീട് ഈ പ്രതികരണങ്ങൾ ഒഴിവാക്കാനുള്ളൊരു സാഹചര്യങ്ങൾ എന്താണ് എന്നതിൽ അത്തരം ആലോചനകൾക്കിടയിലാണ് ഒരുപക്ഷെ ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി ഉയരാനുള്ളൊരു സാഹചര്യമുണ്ട്. പ്രളയം സംബന്ധിച്ച കാര്യങ്ങൾ, ഈ വെള്ളപ്പൊക്കം സംബന്ധിച്ച കാര്യങ്ങളുടെ ചോദ്യങ്ങൾക്കൊടുവിൽ ഇത്തരം ചോദ്യങ്ങൾ കൂടി സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നേക്കാം, പ്രത്യേകിച്ചൊരു വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ. ഒരുപക്ഷെ അതുകൂടി കണ്ടുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ഒഴിവാക്കിയത് എന്ന രീതിയിലുള്ള ചൂണ്ടിക്കാണിക്കലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി ഈ ആഴ്ചയിലൊരിക്കൽ ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് പോലുള്ള കാര്യങ്ങളിൽ ഒരു സംസാരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ തുടരുക എന്നതാണ്. പക്ഷേ അങ്ങനെയാണ് താൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ എന്ന രീതിയിൽ അറിയിച്ചിട്ടില്ല. ഒരു ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. ഇത്തരം അവസരങ്ങളിൽ സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകർ വിശദീകരണങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്. പക്ഷെ എന്തായാലും അതില്ല എന്ന് ഇതുവരെ അറിയിക്കാത്ത സാഹചര്യത്തിൽ, പ്രതികരണങ്ങൾ ഒരിക്കലേ ഉള്ളൂ എന്ന് അറിയിക്കാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചത്. പക്ഷെ ഒരു പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹം നേരിട്ടൊരു പ്രതികരണം ഉണ്ടായില്ല. ഓഫീസിൽ നിന്ന് അറിയിപ്പുണ്ടാകുമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ വിഷയം ഒരു രാഷ്ട്രീയപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, ഒരു വിമർശന വിധേയമായിട്ട് കൊണ്ടുവരുന്നതിൽ പ്രതിപക്ഷം മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോൾ മുൻമന്ത്രി പി രാജീവിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് CPM, ഇടതുപക്ഷവും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ഉയർത്തി കാട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലൊരു ഔചിത്യം എന്താ? ഈ രീതിയിൽ സംസ്ഥാനം വലിയ രീതിയിലേക്ക് ഒരു പ്രളയത്തിൻ്റെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണോ ഈ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതടക്കം ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തേക്ക്, അത് ഹെലികോപ്റ്ററിലായിരുന്നില്ല, മറ്റൊരു യാത്ര അദ്ദേഹത്തിനുണ്ടായിരുന്നത് സ്വകാര്യ ആവശ്യം പോലെ, അത് അടക്കമുള്ള ചിത്രങ്ങൾ, അവിടുത്തെ ഒരു ചടങ്ങിൻ്റേതടക്കമുള്ള ചിത്രങ്ങൾ കൂടി പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ഹാൻഡിലുകൾ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെയാണോ, ഈ സമയത്താണോ ഇതെല്ലാം വേണ്ടത്? സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഇത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഭരണപക്ഷത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മറ്റൊരു ചുറ്റുപാടുകളും അതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. ഭരണപക്ഷത്ത് നിന്ന് ആകെപ്പാടെ കെ മുരളീധരൻ്റെ വാക്കുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഉയരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്, അതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, സംസ്ഥാനം പ്രളയം പോലെയുള്ള ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിന് പുറമെ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ല എന്ന ചോദ്യം. രണ്ട്, ഈ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പ്രളയ സ്ഥലങ്ങളിൽ ഒരു സന്ദർശനം നടത്താൻ എന്നാൽ അതിന് ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഈ രണ്ട് കാര്യങ്ങളിലും എല്ലാം ട്രാൻസ്പെറൻ്റ് എന്ന് അവകാശപ്പെടുന്ന VD സതീശൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല, എന്തുകൊണ്ട് വ്യക്തത വരുത്തുന്നില്ല എന്ന ചോദ്യമാണ്. മറ്റൊന്ന്, ഈ ഹെലികോപ്റ്റർ വിഷയത്തിൽ തൻ്റെ സ്വകാര്യ ആവശ്യത്തിനാണോ ഉപയോഗിച്ചതെങ്കിൽ അക്കാര്യം, അതല്ലെങ്കിൽ അതിലെന്തുകൊണ്ട് മുഖ്യമന്ത്രി വിശദീകരണം നടത്തുന്നില്ല, മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിനുണ്ട്. ഇനി പതിവ് പോലെ വാർത്താസമ്മേളനത്തിൽ ഞാനിതെല്ലാം കാണുകയായിരുന്നു എന്ന മറുപടി കൂടിയാണോ അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് കൂടി കാണേണ്ടതുണ്ട്. എന്തായാലും വലിയ തരത്തിൽ വിമർശനം പ്രതിപക്ഷത്തു നിന്നും ഉയരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.